ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനും. അപ്പോൾ ഇന്നത്തെ സുന്ദരി നീയും സുന്ദരൻ ഞാനുംന്റെ എപ്പിസോഡിൽ അക്ഷരാർത്ഥത്തിൽ അബ്സല്യൂട്ട്ലി ഒരു സുന്ദരനും സുന്ദരിയുമാണ് എൻ്റെ കൂടെ ഉള്ളത്. ടിനി ചേട്ടാ ആൻഡ് രൂപ, വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഞാൻ ആദ്യം നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ മാസ്റ്റർ ഓഫ് ലാഫ്റ്റർ എന്ന് പറയുന്ന അവാർഡ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഈ വർഷത്തെ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് അല്ലേ. ഈ മാസ്റ്റർ ഓഫ് ലാഫ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ താങ്കൾക്ക് പറ്റിയൊരു പ്രയോഗം തന്നെയാണ്. താങ്കളെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. സോ ഹൗ ഡു യു സീ ദിസ്? എന്റെ അടുത്ത് പലരും പറഞ്ഞു നീ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്ന് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചോ? ഞാൻ അങ്ങനെ അങ്ങോട്ട് ചിരിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഹ്യൂമറസ് ആയിട്ട് ജീവിക്കാനും നോക്കാറുണ്ട്, സംസാരിക്കാനും ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോ ഇവിടെ കൈക്കൂലി കൊടുത്തിട്ടൊന്നും അല്ല മേടിച്ചതെന്നുള്ളത് ഞാൻ അന്ന് സ്റ്റേജിൽ പറഞ്ഞാണ്. നിങ്ങളൊക്കെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. അപ്പോ അന്ന് ഞാൻ പറഞ്ഞതാണ്, ഒരു മയിൽക്കുറ്റീനെ ചെറുതായിട്ട് കാണരുത്, ഏത് സമയത്താണ് അവാർഡ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനും ചിരിപ്പിച്ച ഒരു മാസ്റ്ററായി മാറി അതിന് അംഗീകാരം കിട്ടിയെന്നുള്ളൊരു വലിയ സന്തോഷമാണ്. രൂപേച്ചി, വീട്ടില് ശരിക്കും എങ്ങനെയാണ്? ഈ മാസ്റ്റർ ഓഫ് ലാഫ്റ്റർ ആണോ ആള്? സീരിയസ് ആവേണ്ട സമയത്തൊക്കെ ആവും. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് ആവേണ്ട പറ്റൂലല്ലോ. ബാക്കി സമയത്തൊക്കെ ആള് ചില്ലാണ്, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ കോമഡി കാണിക്കാൻ പറ്റും. അതല്ലേ. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാവേ. അപ്പോൾ ഈ സെഗ്മെന്റിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. അത് വന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് നെല്ലിക്ക കാന്താരി ജ്യൂസാണ്, ഈ കയ്യിലിരിക്കുന്നത് ലഡുവാണ്. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ യെസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഡു എടുത്ത് കഴിക്കാം. ഓക്കെ, നോ ആണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക കാന്താരി ജ്യൂസ് എടുത്ത് കഴിക്കണം. എനിക്കിപ്പോ രണ്ടും ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടും ഞാൻ ഇഷ്ടമാണ്. എനിക്ക് നെല്ലിക്ക കാന്താരി കുറച്ചുകൂടെ ഹാർഡായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം ചേട്ടാ. നമ്മള് ചെന്യായൊക്കെ കലക്കി കൊണ്ടുവന്നെ, ചെന്യായം ടൈപ്പാണ്. ഓക്കെ, ലഡു ഉണ്ട്, ജ്യൂസും ഉണ്ട്. ഓക്കെ, യെസ് എന്ന് പറഞ്ഞാ യെസ് ആണെന്നുണ്ടെങ്കിൽ ലഡു കഴിക്കാം. നാളെ തന്നെ ഷുഗർ ഒന്നും ഞാൻ ചാവും. നമുക്ക് മുഴുവൻ കഴിക്കണമെന്നില്ല. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അല്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യെസ് അല്ലെങ്കിൽ നോ, അങ്ങനത്തെ അല്ല, ഇത് കഴിക്കാതിരിക്കാൻ ഇതും അങ്ങനെ യെസ് പറയാം. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ചേച്ചിക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യ ചോദ്യം രൂപേച്ചി എടുത്താണ്. ഓക്കെ, ടിനിച്ചേട്ടൻ 2025 വെച്ച് നോക്കുമ്പോൾ 2026 അതായത് ഇപ്പോ കുറച്ചുകൂടി സുന്ദരനായി എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്. സത്യമാണോ? അതായത് ഒരു നല്ലത് പറയിപ്പിച്ചല്ലോ, ഒന്നാം തീയതി നല്ലത് കേൾക്കാൻ പറ്റി. ചേട്ടാ, 2025 ഡിസംബർ 31 വരെ ഇല്ലാത്ത എന്തോ ഒരു സൗന്ദര്യം ചേട്ടനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നലെ രാത്രി തോന്നി. ഇന്നലെ രാത്രി തൊട്ട് ഇന്നലെ രാത്രി വല്ല കഴിച്ച കാര്യം ഇന്നലെ രാത്രി എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ, ശരി. അടുത്ത ടിനിച്ചേന്റെ അടുത്താണ് ചോദ്യം. നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിട്ട് ചേട്ടൻ ആരും കാണാതെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്തൊക്കെ അങ്ങ് പോകാറുണ്ട്? യെസ്. എന്റെ അടുത്താണ് യെസ്. യെസ് ആണ്. ലഡു കഴിക്കാം. ഓക്കെ, കുടുംബം മാത്രമല്ല, ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ തന്നെ വണ്ടി എടുത്ത് പോകും. ആണല്ലേ? വണ്ടി ഇഷ്ടമുള്ളപ്പോഴും പോകും. എനിക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് ഇഷ്ടമാണ്. അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായിട്ട് നീ എന്റെ ജീവിതം കൂട്ടിക്കൊടുക്കരുത്. അപ്പൊ ഈ വണ്ടികൾ കുറെ കാണുമ്പോഴേ വഴക്കിടുന്നോണ്ടാണ് വണ്ടി മേടിച്ചിട്ടൊക്കെ ഓരോ വണ്ടിയായിട്ട് പോകാലെന്ന്. അത് ഓക്കെ, അപ്പൊ എങ്ങനെ ഡീൽ ചെയ്യാം? നമ്മള് വീട്ടിൽ കാണത്തില്ലല്ലോ, വണ്ടി എടുത്തിട്ട് അങ്ങ് പോവാ. അപ്പൊ എങ്ങനെയാ വഴക്ക് എല്ലാ ദിവസവും ഒന്നും വഴക്കേ ഇല്ല. ഇതിപ്പോ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു. ഇതൊക്കെ ഒരു സംക്രാന്തി പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഇടക്ക് മാത്രമുള്ള ഒരു വഴക്കാണ്. ശരി, ശരി ശരി. ഓക്കെ, അടുത്ത ചോദ്യം രൂപേഷ് അടുത്താണ്. ടിനിച്ചേന്റെ ടിവിയിലെ ചില കോമഡികൾ കണ്ടിട്ട് ഇതിലും വലിയ കോമഡി ഇങ്ങനെ വീട്ടിൽ പറയാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ആണോ? അപ്പൊ വീട്ടിലും ആള് ചിലതൊക്കെ വീട്ടിലായിരിക്കും നല്ലത്. ഇവിടെ ഒരു കിണറുണ്ട്, ഞാൻ പറഞ്ഞത് ഏറ്റില്ലെങ്കിൽ അപ്പൊ തന്നെ പറയാം, അത് അവിടെ കൊണ്ട് ഇട്ടോളാം. പൊട്ടക്കിണർ. ഈ രൂപേച്ചിയുടെ ഹ്യൂമർ സെൻസ് എങ്ങനെയാണ് ആക്ച്വലി? അത് ഇംഗ്ലീഷിൽ നിന്നൊക്കെ കോപ്പി അടിച്ച് മലയാളത്തിൽ പറയുമ്പോഴല്ലേ വലിഞ്ഞ് നാറിയിട്ടുണ്ടല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ടൈമിങ്ങിൽ കൊണ്ടുവരാൻ പറ്റില്ല. ആണോ? എന്നിട്ട് ഞങ്ങളൊരു കുഴി കുത്തിയിട്ടുണ്ട്, അപ്പൊ അതിൽ കൊണ്ടിടും. കൊറേ ചീറ്റിട്ടുണ്ട്, കൊറേ ചീറ്റിട്ടുണ്ട്. ഈ സെപ്റ്റി ടാങ്ക് പോലെ അതിനു വേണ്ടി ഇവിടെ ഒരു ടാങ്ക് ഉണ്ടെന്നാ തോന്നുന്നല്ലേ? ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, ടിനിച്ചേട്ടാ, ചേച്ചിയോട് എപ്പോഴെങ്കിലും നിനക്ക് കുറച്ചുകൂടി മോഡേൺ ആയിക്കൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആവശ്യമില്ലാന്ന് തോന്നുന്നല്ലേ? അവള് സെൻസിബിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ബോളിവുഡ് അല്ലേ, ബോളിവുഡ് ആണ്, കേരളമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് സെൻസിബിൾ ആയിട്ടാണ് നമുക്ക് തന്നെ ചില സാധനങ്ങൾ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ യെസ് ഓർ നോ? എന്താ? അല്ല, നോ അല്ലേ? തോന്നിയിട്ടുണ്ടോ? അതായത് മോഡേൺ ഇനി കുറച്ച് നോ ആണ്. അപ്പൊ നമുക്ക് ജ്യൂസ് കുടിക്കാം. കുടിച്ചിട്ട് പറയണ ചേട്ടാ എങ്ങനെയുണ്ടെന്ന്. ആയുർവേദം എന്താ കഷായം എന്താ സാധനം വന്ന എരിവുണ്ടോ?
ഏറ്റു മോനെ. കോൺസെൻട്രേറ്റഡ് ആണ്. മുളകരച്ചോണ്ടാണ് എന്റെ അമ്മൂ. ഇത് വെള്ളം നെല്ലിക്ക കിട്ടിയില്ല ചേട്ടാ, നെല്ലിക്കയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലേ? നെല്ലിക്കേ ഇത് കണ്ണുനോക്കിന്റെ. അയ്യോ. അപ്പൊ എന്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സാധനം കളഞ്ഞിട്ട് അവര് മുളക് അരച്ച് ചേർത്ത് കൊണ്ടുവന്നാന്ന് തോന്നേട്ടോ. ഈ അപ്പൂസ് ഇറക്കണ പ്രൊഡക്റ്റ് ആന്ന് തോന്നുന്നുണ്ട്. എന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ് കാന്താരി സിറപ്പ്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ചേച്ചി നമുക്ക് നോ ഒക്കെ പറയണം കേട്ടോ. ഓക്കെ ഓക്കെ, ഒരു കാരണവും ഇല്ലാണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ടിനിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്? ഒരു കാര്യവും വേണ്ട. അങ്ങനെ കണ്ടിട്ടില്ല. എക്സ്പ്രഷനും കിട്ടണോട്ടോ. ലഡു പോലെ എക്സ്പ്രഷൻ ഇടരുത്. കാന്താരി മുളക് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ്. ഇപ്പൊ എന്തൊരു കുഴപ്പമില്ല. ഓക്കെ ടിനി ചേട്ടാ, സ്വന്തം ഭാര്യക്ക് വേണ്ടി മറ്റുള്ളവരോട് വഴക്കിട്ടിട്ടുണ്ട്? ഇല്ല ഇല്ല. അയ്യോ, അപ്പൊ ഇതടിക്കണല്ലേ. ഇപ്പൊ മനസ്സിലായോ നമ്മുടെ ട്രാപ്പ് എന്താന്നുള്ളത്? സംഭവം മനസ്സിലായി. അതെന്താ ചേട്ടാ അങ്ങനെ? ഇപ്പം അല്ല, അവളെ കുറിച്ച് ആരോ പറഞ്ഞു അങ്ങനെ ഒന്നും കേട്ടു. ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് വേണ്ടിട്ട് എന്റെ വീട്ടുകാരായിട്ടൊക്കെ ചിലപ്പോൾ അടിയുണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. മതി, ഇത് മതി. ടിനി ചേട്ടൻ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വൃത്തി മെയിൻ ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതായത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ആളാണ്. ഹൈജീനിക്, ടിനിയുടെ ബോഡി ഹൈജീനിക് ആയിരിക്കും, ടിനി നോക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുപാടൊന്നും അങ്ങനെ നോക്കാറില്ല. ഫുഡ് കഴിച്ച് ഏറ്റവും കൂടുതൽ ഇടുന്നത് ടിനിയാണ്. അതെനിക്ക് OCD ഒന്നുമില്ല. ഇത്തിരി വീണെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല. ഈ നമ്മുടെ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞ ആക്ടറില്ലേ, ഇവൻ ഒരു ദിവസമേ ചപ്പിക്കുടിയം മാങ്ങ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ട്. അങ്ങനെ കുടിക്കണത്. അപ്പൊ അവൻ OCDയുടെ നേരെ ഓപ്പോസിറ്റാ. അതായത് എന്തൊക്കെ കണ്ടാലും പ്രശ്നമില്ല അവന്. അപ്പൊ ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നല്ല മധുരം എന്ന് പറഞ്ഞു. ഈ ഇത് കുടിച്ചപ്പോ നമ്മൾ എനിക്ക് വരണം എന്താടാന്ന് പറഞ്ഞു. ഈ ചപ്പി വലിച്ച കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ കഴിക്കില്ല, ചേട്ടന് OCD ഉണ്ടാന്ന്. ഇത് ഏത് ആരടാ ഒരു ലോട്ടിൽ ഇരിക്കുന്ന ആള് പോലും ഇപ്പൊ അത്രക്ക് ഇതായിട്ടുള്ള ആള് പോലും അത് വൃത്തിയുള്ള ആളായിരിക്കും. പക്ഷെ ഈ ചപ്പി കുടിച്ചിട്ട് ഇങ്ങനെ കുടിക്കാത്തതിനെ ഇങ്ങനെയൊക്കെ നീണ്ടിരിക്കുന്നു. ചേട്ടന് OCD ഉണ്ടാന്ന്. അതിലൊക്കെ എനിക്ക് OCD ഉണ്ട്, അതിനൊക്കെ ക്ലീൻ ആണ്. പിന്നെ എന്റെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അതിൽ വന്നിട്ട് ഇങ്ങനെ എടുത്ത് തിന്നണത് ധർമ്മനൊക്കെ ഒന്ന് കുഴയ്ക്കും. ധർമ്മനൊക്കെ നോക്കിയിട്ട് വാരിയൊക്കെ തരാൻ നോക്കും. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ധർമ്മനെ കുറ്റം പറഞ്ഞല്ലോ. ഒരു ഷെഫ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടേ പേര് പറയണല്ലോ. എന്റെ അമ്മ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇത്തിരി പേര് പറഞ്ഞാൽ ചിലപ്പോ അല്ല അനുകരിച്ചാൽ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. ചമ്മന്തി മറ്റത് എന്നൊക്കെ പറഞ്ഞ് വേപ്പലെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ കാണിച്ചപ്പോഴേ പക്രു എന്നെ ഇങ്ങനെ നോക്കണം. പക്രു ഇതിലൊക്കെ നോക്കണല്ലോ. TV എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ തിന്നാണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ കഴിച്ചിട്ട് തലക്കെട്ടടിച്ച പോലെ പക്രു പതുക്കെ നടന്നു പോവാന്ന് നോക്കി. ഞാൻ വലിച്ചവിടെ പിടിച്ചിട്ട് അതിലൊക്കെ ഇത് ക്ലീൻ ആണ്. പക്ഷെ ചിലപ്പോ ഭക്ഷണം കഴിക്കുന്നതും ഇവിടെയൊക്കെ വന്ന് വീഴുമായിരിക്കും. അത് OCD ആയിട്ട് കണക്ട് ചെയ്യരുത്. ചേച്ചി അപ്പൊ ഹൈജീന്റെ കാര്യം നോ ആണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി പക്ഷെ ചുറ്റുമുള്ള യൂസ് ചെയ്ത ടവൽ എടുത്ത് മറ്റേ ബെഡിലിടുക അങ്ങനെയൊന്നും കുറച്ചൊക്കെ തിരക്കുള്ളപ്പോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോ എന്താണ് എന്റെ ആൻസർ? കുറച്ച് കുറച്ചപ്പോ ഹാഫ് OCD ഇല്ലാന്ന് ആണല്ലേ. അപ്പൊ നമുക്കിപ്പോ ഇതിന്ന് ഹൈജീനിക്ക് ആക്കി നമ്മള്. ഓക്കെ ശരി, പേഴ്സണൽ ഹൈജീൻ ഉള്ളതുകൊണ്ട് ഹൈജീനിക് ആക്കി. ഞാൻ കിള്ളിന്ന് അവള് കിള്ളണം, ഞാൻ ഞാൻ വേറെ ഒന്നും ചീത്താക്കാതിരിക്കാനാ. നമുക്കിത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവർക്കും കൊടുക്കാം. നമുക്ക് വിരകിട്ട് അവർക്ക് കൊടുക്കാം. ഇത് മൊത്തം പൊടിച്ച് കുഴച്ചിട്ട് കാന്താരിയും കൂടി ഇട്ട് മിക്സിട്ട് ഓരോ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ ചേട്ടാ, ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി ഭാര്യയെയും മക്കളെയും ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചേട്ടനും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന ആൾക്കാർ വരുമ്പോ ഇതേ പറയാവൂ, ഇതേ ചെയ്യാവൂ, ആ ആള് ഇന്ന ചോദിക്കും പക്ഷെ നീ ഇതേ പറയാവൂ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എസ്പെഷ്യലി ഇന്നത്തെ ഇന്റർവ്യൂവിന് വരുമ്പോ അതൊന്നുമില്ല, സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ആദ്യം നമ്മള് വീട്ടിലും മക്കളെ നുണ പറയാൻ പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആദ്യം കുഞ്ഞെങ്ങനെ നുണ പറയണമെന്ന് അറിയൂ. എനിക്ക് ഫോൺ വരുമ്പോ അവന് കൊടുക്കും, അപ്പനില്ലാന്ന് പറ. അവൻ ആദ്യമായിട്ട് നുണ പറയാൻ പഠിക്കാം. ഇതെല്ലാ വീടുകളിലും ഈ ജോർജ് കുട്ടിയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാവും ഏതെങ്കിലും ഒക്കെ രീതിയിൽ. ഇപ്പൊ ഇവിടെ ചിലര് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്, ഞാനില്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ സത്യസന്ധനായിട്ട് ഞാൻ എവിടെയുണ്ട്, എന്താ ചെയ്യേണ്ടത്, ചിലര് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ചിട്ടിയൊക്കെ ചേർക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു ആ ഒരു ഇതൊക്കെ ഉണ്ട്.
അയ്യോ അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവര് അല്ല അത് കട്ട് ചെയ്യലൊന്നും വേണ്ടട്ടെ പറയണം, കാരണം ഈ ചേർക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുടെ അവര് കാണട്ടെ. അങ്ങനെയെങ്കിലും അതൊക്കെ നാച്ചുറലി എല്ലാ വീട്ടിലും ഒബ്വിയസ്ലി നടക്കുന്ന പരിപാടികളല്ലേ ചേട്ടാ. അപ്പൊ നമുക്ക് യെസ് ആണ് അല്ലേ? അപ്പൊ പിന്നെ ലഡുവിനും ചേണ്ട ആൻസറാ. ആ ഓക്കെ, അടുത്ത ചോദ്യം രൂപേച്ചി. വളരെ തിരക്കുള്ള സമയത്ത് ചേച്ചിയുടെ കോൾ ചേട്ടൻ ഇഗ്നോർ ചെയ്യുമ്പോൾ ദേഷ്യം വരാറുണ്ട്. ചിലപ്പോ അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കും. അപ്പോൾ എനിക്കറിയാം ഷൂട്ടാണെന്ന് അറിയാം, എന്നാലും ഇത്രയും മിസ്ഡ് കോൾ കാണുമ്പോൾ ടിനി തിരിച്ചു വിളിക്കും. അപ്പൊ അതിനുവേണ്ടി വിളിച്ചോണ്ട് ഇരിക്കും, ദേഷ്യം വരാറുണ്ട്. തിരിച്ച് കുറച്ചേരം കഴിഞ്ഞ് വിളിക്കുമ്പോ എങ്ങനെ റിയാക്ഷൻ? അല്ല, ആദ്യം ഇവളങ്ങനെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ ഇടക്ക് ഞാൻ കഷ്ടപ്പെട്ട് മറ്റേ ഏഷ്യാനെറ്റ് 5 സ്റ്റാർ തട്ടുകടയൊക്കെ ചെയ്യുന്നത്. വളരെ കുറച്ച് വരുമാനമുള്ളൂ, വെയിലത്ത് നിന്ന് പണിയെടുക്കണം, വൈകിട്ട്. ഇതിനിടയ്ക്ക് നമുക്ക് 2-3 എപ്പിസോഡ് തീർക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവളുടെ വിളി വന്നേക്കാണ്. അപ്പൊ എനിക്ക് അത് കുട്ടിയൊന്നും ആയിട്ടില്ല. അപ്പൊ അത് ഞാൻ പറയും, ഞാൻ എന്നെ ആര് പറഞ്ഞാലും എവിടെ കയറിയാലും അല്ലല്ല പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഫോൺ ഇങ്ങനെ മിസ് കോൾ. അപ്പൊ ഞാൻ എന്തോ അത്യാവശ്യം വീട്ടിലാണെന്ന് വിചാരിച്ച് വിളിച്ച് ചോദിച്ചപ്പോഴേ നിങ്ങൾ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോഴേ ശരിക്കും എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തൂടെ പറഞ്ഞ 2-3 വാക്കുകളുണ്ട്. അതിനുശേഷം പിന്നെ എന്നെ അങ്ങനെ ശല്യപ്പെടുത്തിയിട്ടില്ല. അത് അടിപൊളിയാണ്. അതേതാണ് മറ്റേ സിനിമയില്, നമ്മുടെ സിനിമ ലിജുവിന്റെ സിനിമ. അപ്പൊ എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുരുളിയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അത് നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിന്റെ ഗേൾഫ്രണ്ട് ഇപ്പൊ വിളിച്ചോണ്ടിരുന്ന നിനക്ക് ഭയങ്കര ഇറിറ്റേറ്റഡോ, നിന്റെ ജോലിയല്ലേ? അതെ ചേട്ടാ, അതുകൊണ്ട് ഞാൻ എയർപ്ലെയിൻ മോഡിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് രാത്രി മൊത്തം ഇതായിരിക്കുമല്ലോ, 2 മണി വരെ. ഇത് എനിക്ക് വരാനുള്ള ചാൻസ് കൂടി പോയില്ലേ? ഓക്കെ, അപ്പൊ ടിനി ചേട്ടാ അത് ഉത്തരം ദേഷ്യം വന്നിട്ടുണ്ട്. യെസ്, അതൊരൊറ്റ പ്രാവശ്യം ദേഷ്യം വന്ന് അതോടെ നിർത്തി. നമുക്കറിയില്ല ഇവരുടെ വർക്ക് എന്താന്ന്. പരിചയമില്ലല്ലോ. ഒരു പ്രാവശ്യം ലൊക്കേഷൻ കൊണ്ടുപോയപ്പോ മനസ്സിലായി എന്റെ മുന്നിൽ ഞാനില്ല എന്ന് പറഞ്ഞു. നമ്മൾ 6 മണിയാ ചെയ്യണമെന്ന് ശരിക്കും. ഈ ഒരു പ്രാവശ്യം സിനിമ ലൊക്കേഷൻ കാണാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിക്ക് പോകത്തില്ല. അതൊരു സംഭവം ഉണ്ടായി. അതായത് ഷോൺ ഉണ്ട്, നമ്മുടെ PC ജോർജിന്റെ മകനും ഞാനും കൂടി 1971 ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ലാലേട്ടന്റെ പടം. അത് രാജസ്ഥാനിലാണ് ഷൂട്ട് ചെയ്യണത്. മേജർ രവി സാറാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ച് പോവുകയാണ്. അവിടെ നിന്ന് ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടിയൊക്കെ പിടിച്ച് രാജസ്ഥാൻ 8 മണിക്കൂർ യാത്ര. അവിടെ ചെന്നെത്തി, കഠിനമായ തണുപ്പ് രാത്രി. അതിനുശേഷം കാലത്ത് എഴുന്നേറ്റിട്ട് അവിടെ ഒരു മരുഭൂമി പോലെ സ്ഥലത്ത് പോയി നിന്നിട്ട് വെയിലത്ത് നിന്ന് ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പട്ടാളക്കാർ നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഷോൺ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഗണേശന്റെ ഒക്കെ പോലെ സിനിമയിൽ അഭിനയിച്ചിട്ട് മന്ത്രിതലത്തിലേക്കൊക്കെ വരാന്ന്. പുള്ളിയപ്പോ പറഞ്ഞു, നമ്മുടെ ലാത്തി ചാർജ് എന്നൊക്കെ പറഞ്ഞ് 1.5 മണിക്കൂർ കൊണ്ട് തീരും. ഇതിപ്പോ 2 ദിവസമായിട്ട് ഒരു ഷോട്ട് എടുത്തിട്ട് ഞാനില്ല പോയി എന്ന് പറഞ്ഞ് പോയി. ഇതിന്റെ യഥാർത്ഥ സ്ട്രഗിൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന 1.5 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല സിനിമ. ഈ കാണുന്ന ഇന്റർവ്യൂവിന്റെ പിന്നിൽ 2 ദിവസത്തെ തയ്യാറെടുപ്പുണ്ടെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അവിടെ കൊണ്ടുപോയ വിവരം അറിയും. പോയപ്പോ എന്താ തോന്നിയ ഷൂട്ടിങ്ങിന്? ഇതെന്തോ ഇവര് പെട്ടെന്ന് എടുക്കാത്തന്നൊക്കെ നമുക്കൊരു തിരക്ക് തോന്നും. അവരാ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ആണ്. എന്റെ ക്ഷമ പോയി. അവതാരം ഞാൻ പിന്നെ പോവാറില്ല. ഇനി നിങ്ങൾ എത്ര ടൈമാണ് എടുത്തത്? ഞാൻ അതെ. ഇപ്പൊ മകൻ അറിയില്ല, അവനിപ്പോ ഒരു പടത്തിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം വെള്ളം ശരിയല്ല, ഭക്ഷണം ശരിയല്ല. എപ്പോഴാണ് വിവരം അറിയണത്. നമ്മളൊക്കെ ട്രക്കിലും ബസ്സിലൊക്കെ കയറി പോയതിന്റെ അനുഭവങ്ങൾ വേണമെങ്കിൽ ഇവരെ ഒരു ദിവസം അഭിനയിപ്പിക്കണം. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ് ചേട്ടൻ്റെ അടുത്താണ്. എന്ത് ചോദിച്ചാലും ജീവിതത്തിൽ സത്യം മാത്രം പറയുന്ന ഒരാളെ ചേട്ടന് പരിചയമുണ്ട്? അതായത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരാളെ ചേട്ടന് പരിചയമുണ്ട്. എനിക്ക് ആൾ ആരാണെന്ന് പറയാൻ വേണ്ടി ആളെ പറയാം. സത്യം മാത്രമേ പറയുള്ളൂ. അത് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും, അല്ല മീൻസ് എത്ര വിഷം വരുന്ന കാര്യമാണെങ്കിലും ആളുള്ളതേ പറയത്തുള്ളൂ. അങ്ങനെ ഒരാൾ. പേരും പറയണോ? ജീസസ് ക്രൈസ്റ്റ്. ചേട്ടന് നേരിട്ട് അറിയോ ചേട്ടാ? നേരിട്ടറിയാന്ന് എല്ലാ ദിവസം പള്ളിയിൽ കാണണല്ലേ. ഞാൻ വേറെ ആരൊക്കെ പ്രതീക്ഷിച്ചേ. ആ സമയത്ത് ജനിച്ചിട്ടില്ല. പക്ഷെ അറിഞ്ഞത് ഞാൻ അങ്ങനെയാണ്. അതിൽ ഭയപ്പെടാറില്ല. സത്യം ഞാനും പരമാവധി സത്യം പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള സാധനമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നുണറേണ്ടി വരും. ചേട്ടൻ എങ്ങനെയാണ് ആക്ച്വലി? ഞാൻ പരമാവധി പോസിറ്റിവിറ്റിയും സത്യം പറഞ്ഞ് ജയിക്കാൻ നോക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന് അവസാനം വിജയം ഉണ്ടാവുള്ളൂ. നന്മയ്ക്ക് വിജയം ഉണ്ടാവുള്ളൂ, സത്യത്തിന് വിജയം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ സ്ലോ പേസ് ആയിരിക്കും, പക്ഷെ അത് വിജയിക്കും. നോണ പറഞ്ഞാൽ പെടും. സത്യമാണ് ചേച്ചി, സത്യം ആണ്. ആള് സത്യം പറയാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നോണ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞ ഒരു ഒന്നാം തീയതി തകർത്തിട്ടുണ്ട്. നമുക്ക് ഒരു സുഹൃത്തിനോട് എല്ലാം തുറന്നു പറയാം. ഉള്ള കാര്യം പറയാം. ഭാര്യയുടെ എല്ലാം തുറന്നു പറയാൻ പറ്റില്ല.
ചിലപ്പോ സ്പീക്കർ ഫോണിൽ ചിലർ വന്ന് സംസാരിച്ച് ചിലപ്പോ ഇവളുണ്ടെന്ന് അറിയില്ല, ഇത് കഴിഞ്ഞ ഉടനെ കട്ട് അതെന്താണ് സംഭവം എന്ന് ചോദിക്കും. ചിലപ്പോ അത് റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല നമ്മള്. അപ്പൊ അത് തന്നെയാണ് സംഭവം. നമുക്ക് എല്ലാം ഭാര്യമാരുടെ അടുത്തും അമ്മമാരുടെ അടുത്തൊക്കെ നമ്മൾ കുറെ അഭിനയിക്കുകയാണ്. തിരിച്ചു നമ്മളും നുണയൊക്കെ പറയാറുണ്ട്. നുണ പറയുന്നത് ആക്ച്വലി ഹസ്ബൻഡ് മാത്രം ആവണമെന്നില്ലല്ലോ ചേട്ടാ. നമ്മള് ചില കാര്യങ്ങൾ അത് ഹേർട്ട് ആവുന്ന കാര്യമോ അല്ലെങ്കിൽ ഇവരെ വേദനിപ്പിക്കുന്നതോ പാപകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ മനുഷ്യൻ ഞാൻ കാർ എടുത്തു, ചിലപ്പോ കാറിന്റെ അരികെ പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ പരിപാടി അല്ല. അത് ഞാൻ ഇവിടെ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന അതൊക്കെ തമാശകള്. പക്ഷെ അല്ലാതുള്ള ചില കാര്യങ്ങളും പറയാം. പക്ഷെ എന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ ഈ ഇന്റർവ്യൂവിൽ ഇതുവരെ നമ്മൾ കള്ളം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. നമ്മൾ ആക്ച്വലി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അത് ഇപ്പൊ യെസ് ആണ്. അപ്പൊ ഉത്തരം അങ്ങനെ ഒരാളെ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ജീസസ് ക്രൈസ്റ്റിന്റെ നാമത്തിൽ നമുക്ക് അടുത്തും കഴിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ നുണ സത്യം അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആക്ച്വലി പുതിയൊരു ഷോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇപ്പോ ഹോട്ട് സീറ്റ് പോലെയുള്ള ഷോസ് ഒക്കെ ഒരുപാട് കലങ്ങോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ പറഞ്ഞ സത്യം കള്ളം ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറയൂ പണം നേടൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിപാടി. അതായത് സത്യം പറഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ നേടാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് സത്യം കാശാണോ ഇഷ്ടം കുടുംബമാണോ ഇഷ്ടം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ അതിൽ കണ്ടുപിടിച്ചിരിക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് കുടുംബം വേണോ അല്ലെങ്കിൽ 1 ലക്ഷമാണോ? അതിനേക്കാൾ വിലയുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ നുണ പറയുന്നത്. കല്യാണം കഴിക്കാത്ത അത് ഡിപ്പെൻസ് ആണ് ചേട്ടാ, വരുന്ന ആളെ പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു ലോക്കപ്പ് എന്നാണ് നമ്മുടെ ആ ഒരു ഷോയുടെ പേര്. ഓക്കെ. അതെ, അതിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ലോക്കാവും. ഓക്കെ. ഓരോ സത്യം പറയുമ്പോഴും ആയിരങ്ങൾ അവരുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ 1 ലക്ഷം രൂപ വരെ നേടാനുള്ള ഒരു ഷോ ആണ് വരാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് സത്യം കള്ളം എന്ന് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. 2026 കുറെ ഡിവോഴ്സ് നടക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, നമ്മൾ മറ്റേ കഥ ജീവിതം ആ സെറ്റപ്പ് അല്ല. അതല്ല നമ്മള് ഫണ്ണായിട്ടുള്ള കുറച്ച് പരിപാടികളായിരിക്കും എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് പറഞ്ഞുകൂടാ. ഓക്കെ. പിന്നണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ് ആ ഒരു ഷോയ്ക്ക് വേണ്ടി. നല്ല ഞാൻ ഓർത്തിട്ട് നല്ല രീതിയിൽ പോകും സാധനം. ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുടുംബത്തിന് ഭയങ്കര. ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതിലും മൈൽസ്റ്റോൺ ആവുകയാണെന്നുള്ളതാണ്. ചേട്ടൻ വിളിച്ച ചേട്ടൻ വരാൻ തയ്യാറാണോ ചേട്ടാ? അന്ന് എനിക്ക് ഷൂട്ടിംഗ് ആയിരിക്കും. അന്ന് എനിക്ക് ഷൂട്ടിംഗ് ആയിരിക്കും. അതാ പ്രശ്നം. അന്ന് ചേട്ടന് ഇഷ്ടമുള്ള ഡേറ്റ് നമ്മൾ തരും. അല്ല, അന്ന് മരിപ്പുണ്ട്, അതുകൊണ്ടാണ്. ചേച്ചിയാണെങ്കിൽ വരും. ഞാൻ വരാം. എന്നെ പറ്റി ആർക്കും ഇൻട്രസ്റ്റ് എന്നെ പറ്റി കേൾക്കാൻ. പക്ഷെ അല്ല, ചോദിക്കുന്നത് ചിലപ്പോ ചേട്ടനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും. എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, അടിപൊളി. അപ്പോ പുതിയ വർഷമാണ്, പുതിയൊരു വർഷത്തിലോട്ട് പോവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ വർഷം പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഒന്നുമില്ല. എങ്കിലും നമുക്ക് കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഈ വർഷം ഇപ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലും, അപ്പോൾ ചേട്ടൻ ആസ് എൻ ആക്ടർ അല്ലാന്നുണ്ടെങ്കിൽ ആസ് എ മീഡിയ പേഴ്സൺ, ചേട്ടൻ ഈ വർഷം ചെയ്യേണ്ട പ്രതീക്ഷകൾ എന്താണ്? അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഇന്ന റോൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സിനിമയിൽ കുറച്ചുകൂടെ ക്യാരക്ടർ റോൾ ചെയ്യണം, അങ്ങനെ എന്താണ് ചെയ്യേണ്ട മനസ്സിൽ? ഇപ്പൊ കുറച്ച് സെലക്റ്റീവാണ്. ഓക്കെ. ചൂസി ആയിരുന്നുള്ളതാണ്. കാരണം വെറുതെ ഇങ്ങനെ വരുന്ന സാധനം എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന പ്രോജക്ട്സ് വലിയ പ്രോജക്റ്റുകൾ തന്നെയാണ്. അടുത്ത ഇപ്പൊ ഒരുപാട് പടങ്ങൾ ചെയ്തു. പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന പടത്തില് ഒരു മേജർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഓട്ടംതുള്ളലില് സ്പേസ് കുറച്ച് കുറവാണ്, പക്ഷെ പെർഫോമിംഗ് ക്യാരക്ടറാണ്. കൂട്ടകളി എല്ലാം ഒറ്റക്ക് എന്നുള്ള ഒരു പരിപാടിയാണ്. ഓട്ടംതുള്ളൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലല്ല, ഓട്ടൻ തുള്ളലാണുള്ളത്. ഇത് ഓട്ടം തുള്ളൽ, ഓട്ടം ബഹുളാണ്. അത് രണ്ടാണ്. മാർത്താണ്ഡന്റെ പടമാണ്, മറ്റു ജയരാജ് സാറിനാണ്. ചേരാന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, റോഷനും നിമിഷ സജയൻ. അതിലൊരു പള്ളിയിലച്ഛനാണ്. അപ്പൊ അതിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കും. ശുക്രൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അതില് ഷൈൻ ടോം ഞാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ലൊരു അതിൻ്റെ അകത്തുള്ളൊരു മേജർ ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇനിയിപ്പോ ഡിസ്കഷൻ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്നാലും ജോഷി സാറിന്റെ ഒരു പ്രൊജക്റ്റാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറെ ദിവസങ്ങൾ പറഞ്ഞിരുന്നു, ഡിസംബറിൽ ഫുള്ള് എൻഗേജ്ഡ് ആയിട്ടിരുന്നതാണ്, പക്ഷെ പോസ്റ്റ്പോൺ ആയി. അപ്പൊ അതങ്ങനെ നടക്കും. അതിനോടൊപ്പം ടി വിയിൽ പരിപാടികളും അത് ഞാൻ വിടില്ല ഒരിക്കലും. ടി വി ഷോ ജനങ്ങളായിട്ടും പുതിയ പിള്ളേരെ കൊണ്ടൊന്ന് പഠിക്കാൻ ടി വി സ്റ്റേജ് ഞാൻ വിടൂല. ഇപ്പൊ നാളെ ഞാൻ സ്റ്റേജ് ഷോന് പോകുന്നുണ്ട്. അതിലൂടെയാണ് ഞാൻ വിദേശങ്ങളിൽ മുഴുവൻ കറങ്ങുന്നത്. ഒരു സിനിമാ നടനായിട്ട് മാത്രം ഇരുന്ന ഷൂട്ടിങ്ങിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേജ് പെർഫോമറും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഞാൻ വിടുന്നു. ഞാൻ പാട്ടും കൂടി പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ
അങ്ങനെ ഉള്ള ഇതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അത് പറഞ്ഞപ്പോഴാ ചേട്ടൻ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇട്ട ഒരു സാധനം ഉണ്ടല്ലോ, പാട്ട് ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് വേണ്ടി ഇപ്പൊ അത് ഇതൊക്കെ വെച്ചിട്ട് പാടേണ്ടി വരും. ഇതിൽ ജസ്റ്റ് ട്രാക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ 2 ലൈൻ പാടാം. ഒന്ന് പാടുക ചേട്ടാ. അതൊരു 2 ബില്യൺ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ കണ്ടു. വേടൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വേടന്റെ മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു. ചേട്ടാ ഒരു ഡിഫറെന്റ് ടോണിലൊക്കെയാണ് അത് പിടിച്ചേക്കുന്നത്. വേടൻ ഇട്ട് പിന്നെ സ്റ്റീഫൻ ദേവസി ഭയങ്കരമായിട്ട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനാണ് മാറിപ്പോയതാണ്. അപ്പോ ലൂയിസ് ആംസ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ആളുടെ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് ഭയങ്കര വണ്ടർഫുൾ വേൾഡ് എന്ന് പറഞ്ഞത്. അത് ഞാൻ വെറുതെ ഒരു ലോഞ്ചിൽ സമ്മതം എന്ന് പറഞ്ഞ നമ്മുടെ നാർഷയുടെ ബ്രദറിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോയപ്പോ വെറുതെ ഷൂട്ട് ചെയ്തിട്ടതാണ്. ഇതിപ്പോ സിത്താര, ഗണപതി, മറ്റേ വേടൻ മെസ്സേജ് ഇങ്ങനെ ഇട്ടത്. ഭയങ്കര വോക്കലാണ് നിങ്ങളെ, നിങ്ങൾ അങ്ങനത്തെ കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് നല്ല രസമുണ്ട്. സീരിയസ്ലി ഞങ്ങളെങ്കിലും കേൾക്കട്ടെ. വേണം പറഞ്ഞാണ്. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും അവന് വേണ്ടി ഒരു പാട്ട് കൊടുക്കാൻ പറഞ്ഞു. സ്റ്റീഫൻ ഇത് ഈ ന്യൂ ഇയർ ആയിട്ട് സ്റ്റീഫന് ഞാൻ ഇത് ഇട്ട് കൊടുത്തു. സ്റ്റീഫൻ നമ്മളൊരു പ്രോഗ്രാമിന്റെ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോ സ്റ്റീഫൻ ഇട്ടത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇത് കേട്ടു. എന്റെ ഫേവറേറ്റ് പാട്ടാണ്. എനിക്കിത് കേട്ടാ കരച്ചിൽ വരും. കരഞ്ഞുള്ളി രാവിലെ എന്റെ നശിപ്പിച്ച നിങ്ങള് ഫീലിങ്സ് ആക്കിയിട്ട്. ലവ് യു ബ്രോ. എന്തോ പ്രേമ കേസാണിത്. അപ്പൊ ഞാനത് പറഞ്ഞു, ഇതെന്തോ പ്രേമം കുടുങ്ങിയതാണ്. അതല്ല, അതിന് വേറെ പാട്ടുകളുണ്ടെന്ന്. അപ്പൊ അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ നമ്മുടെ എമ്പുരാനിൽ പാടിയ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ശ്രീരാജും ഞാനും കൂടി ഒരു ആൽബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാടി. ശ്രീരാജിന് കേൾക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പാടിയതാണ്. അത് തന്നെ പാടണമെങ്കിൽ വേറെ പാടണോ? ചേട്ടൻ ഇപ്പൊ എന്താ തോന്നേ? എനിക്ക് എന്ത് പലതും തോന്നും. ഞാൻ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ്. എന്റെ ഇഷ്ടം നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ലോ. അപ്പൊ ആ പാട്ട് കുറച്ച് ഡിഫറെന്റ് ആണ് ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കേൾക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. അതാ ഒരു കാര്യം, അത് കേട്ടതില്ല, അത് ഓൾറെഡി ഇപ്പൊ ഇൻസ്റ്റ കേൾക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു കാര്യം, എൽവിസ് പ്രെസ്ലി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള സിംഗർ ഉണ്ട്. അത് നിനക്ക് പറ്റിയ ആളാണ്, റൊമാൻറ്റിക് സിംഗർ ആണ്. ഭയങ്കര സുന്ദരനും അതുപോലെ തന്നെ. നമുക്ക് അത് തന്നെ പിടിക്കാൻ. അപ്പൊ അത് കുറച്ച് പാടുള്ളൂ കേട്ടോ, കാരണം അതിനൊക്കെ നല്ല സൗണ്ടും നല്ല ഇതൊക്കെ വേണം. പക്ഷെ മൈൽ സ്റ്റോൺ ആയതുകൊണ്ട് അവാർഡൊക്കെ തന്നെ അല്ലേ, തിരിച്ചു ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ. നമുക്ക് അടുത്ത പ്രാവശ്യം ബെസ്റ്റ് സിംഗറിന് വേണ്ടി പരിഗണിക്കാം. അതെ അതെ. ഈ പാട്ടൊക്കെ പാടുമ്പോ ഏത് പെണ്ണ് വന്നിരുന്നാലും ഞാൻ റൊമാൻറ്റിക് ആയി പോകും. ആണല്ലേ? ഏത് നമ്മൾ ഇത്ര നേരം പറഞ്ഞൊക്കെ ചേട്ടൻ ബ്രേക്ക് ചെയ്തത്. നീ എന്നെ റൊമാൻറ്റിക് അല്ല, ഇപ്പൊ നീ എന്നെ റൊമാൻറ്റിക് ആക്കി മാറ്റിയെന്നുള്ളതാണ്. അത് സംഗീതത്തിന് അത് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് വേടനൊക്കെ റിപ്ലൈ ചെയ്യുന്നത്. ആ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ത്രോട്ട് വേറാണ്. ജസ്റ്റ് എക്സ്പീരിയൻസ് അത് അയാള് ഭയങ്കര സിംഗറാണ്. അയാള് ഫീൽ ചെയ്ത പാടുന്നത്. പുള്ളിയുടെ ശരിക്കും അങ്ങനെയുള്ള പാട്ടെന്ന് പറഞ്ഞാല് ഈ ഫേസിലും കൂടി ഒരു സാധനം വരും. അത് ഫേസ് ചെയ്യാനൊന്നും കാണിച്ചില്ല. അത് എന്റെ അടുത്ത് കുറെ പേര് കാണിക്കും. ഒരു 2 ലൈൻ കാണിച്ചു തരാം. പുള്ളിയുടെ ഫേസ് ലൂയിസ് ആംസ്ട്രോങ് പഠിച്ചു. പുള്ളി അത്
അത്രയും അതിന്റെ പകുതിയുടെ പകുതി ഞാനായിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ Ice trees of green, red roses too. I see the bloom for me and you, and I will think to myself, what a wonderful world. അത് അങ്ങനെ ചിരിച്ചു പാടുന്ന ലൂയിസ് ആംസ്ട്രോങ്. ആ പുള്ളി ട്രംപറ്റ് പ്ലെയർ ആണ്, അസാധ്യം. സ്റ്റീഫൻ ദേവസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോ പുള്ളിക്ക് എല്ലാം വരൂലേ മനസ്സിലോട്ട്. നമ്മളിപ്പോ കുട്ടിക്കാലത്ത് നേരെ അമേരിക്കയിലെത്തി. നമ്മൾ എന്ത് പറഞ്ഞാലും അതുമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തുമായിട്ട് ഇടപഴകാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പൈലറ്റ് ആണെങ്കിൽ അതുമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റണം, എൻജോയ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ പ്രകൃതിയെ കുറിച്ചാണെങ്കിൽ അതിനെ കുറിച്ച് എനിക്ക് കുറച്ച് നോളജ് ഉണ്ടാവും. ഇപ്പൊ ഷാരടി മമ്മൂക്കയുടെ കൂടെ നടക്കണമെന്ന കാര്യം എന്താ അറിയോ, ഏത് വിഷയത്തെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് വാസ്റ്റ് നോളജ് ആണ് എല്ലാവരും. അതിന് മറുപടി പറയാൻ പറ്റുന്ന ഒരാൾ ഇവനാണ്, ബാക്കിയുള്ള ആൾക്ക് കൂടെ നടന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ സംസാരിക്കുമ്പോഴും അതിനെക്കുറിച്ച്, അതായത് വയർലെസ് ആയിട്ടുള്ള സാറ്റലൈറ്റിൽ നിന്ന് ചെയ്യുന്ന കണക്ഷൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പുള്ളി അതിനെ കുറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ സൂപ്പർ. അപ്പൊ എന്തായാലും അക്ഷരാർത്ഥത്തിൽ സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് അത് അങ്ങനെ തന്നെ ആയി. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചില്ല ചേട്ടാ, നിങ്ങളെ പാട്ടൊക്കെ പാടി വന്നപ്പോണ്ടല്ലോ ഈ ലഡുവും ആ ജ്യൂസും അവിടെ വേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്നു, ചേട്ടാ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അടുത്തൊക്കെ എടുക്കുന്നു ഞാൻ വിചാരിച്ചത്. അതോടെ വേണ്ട എന്ന് എനിക്ക് തോന്നിപ്പോയി. സെൻസർ ബോർഡ് അധികം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ചേട്ടൻ പിന്നെ മറ്റേ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ അത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിപ്പോ ഞാൻ അതെന്റെ ആക്ടിങ്ങിന്റെ ഭാഗമല്ലേ, ഇപ്പൊ കണ്ടില്ലേ. പക്ഷെ അതിൽ ആ പാട്ടിൽ നമ്മൾ അതായിട്ട് പാട്ട് ഇതുപോലൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ഓക്കെ. പിന്നെ എല്ലാത്തിനും ഹാർഡ് വർക്ക് ചെയ്യല്ല, പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫോം. ഞാനൊരു ഭയങ്കര പിച്ചിലുള്ളൊരു പാട്ടുണ്ട്, അത് പാടിയിട്ട് നമ്മുടെ പൂച്ച മോളിൽ കയറിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നു. പിന്നെ എന്നെ നോക്കും ഇങ്ങനെ, പൂച്ച എങ്ങനെയാണ്, ഞാൻ തന്നെയാണോ ഇത്ര ആ പിച്ച് കേട്ടെ പുള്ളി. അവർക്ക് ലൗഡ് സൗണ്ട്സ് പറ്റൂലല്ലോ, പെട്ടെന്നൊക്കെ ഇങ്ങനെ പാടുമ്പോ ഞാൻ പറഞ്ഞിട്ടാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഈ 2026 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാ. ഓക്കെ. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് 2026 എന്തായാലും ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഷൂട്ടിങ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഇനി ഓരോ സംശയം. അതെന്താ അങ്ങനെ പറഞ്ഞത്, ചില്ലല്ല അങ്ങനെ പറഞ്ഞത് എന്തായാലും അതൊക്കെ ചോദിക്കും, ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. പ്രൊഡ്യൂസർ ഉണ്ട്, അല്ല അവന് കണ്ടന്റ് കിട്ടിയാൽ മതിയല്ലോ, അവന് കാശ് ഉണ്ടാക്കണം. എങ്ങനെയാണ് കാന്താരി കുടിച്ചിട്ടാണെങ്കിലും വിഷം കഴിച്ചിട്ടാണെങ്കിലും കണ്ടന്റ് കിട്ടിയാൽ മതി. അല്ല നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയാതുരമായിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. അപ്പൊ ഈ മറ്റേ ഇതില്ല, അതിന്റെ പേരെന്താ ഇടാൻ പോണത്? ഏതാ? മറ്റേ കുടുംബങ്ങളൊക്കെ പരിപാടി, അത് ലോക്കപ്പ്. ലോക്കപ്പ്. അപ്പൊ അതില് ഇതിന് വരെ ഫൂറിടാൻ കൊണ്ടുപോയാൽ മതി. ഇല്ല, അത് നമുക്ക് കാശ് മാത്രമേ. അതോടുകൂടി തീരുമല്ലോ അവര് ഫ്യൂറിഡാൻ. ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്യൂറിഡാൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഉഗ്രം കണ്ടന്റ് കിട്ടും. കാശും അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ പരിപാടി ആരും കേൾക്കുന്നില്ലല്ലോ, ഇതൊന്നും വരില്ലല്ലോ. എല്ലാം വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഒരു സെൻസറിങ്ങും ഇല്ല, ആരും എന്തും പറഞ്ഞാലും വരട്ടെ. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ഇനിയിപ്പോ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ നല്ല സുന്ദരി സൗന്ദര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് കേട്ടോ. നമ്മുടെ അപ്പൊ ശരിക്കും ഇല്ലല്ലേ? അല്ലല്ല, പറഞ്ഞ അവന് ആവശ്യത്തിലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ലാസ്റ്റ് പറഞ്ഞു സൗന്ദര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളിലെ സൗന്ദര്യം ഉണ്ട്, പുറത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയല്ല ചേട്ടാ, അത് ഭയങ്കര വലുതാണല്ലോ അല്ലേ? നമ്മുടെ ഉള്ളെപ്പോഴും ക്ലീൻ ആയിട്ടിരുന്ന സന്തോഷമായിട്ട്. പക്ഷെ നമ്മളെപ്പോഴും പ്രസന്റബിൾ ആയിരിക്കും. നമ്മളെപ്പോലെ ആർട്ടിസ്റ്റുകൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ഇത് പലരുടെയും ഒരു മെന്ററി ചെയ്തും ട്യൂൺ ചെയ്ത് അങ്ങനെ ചെയ്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നീ വരുമ്പോൾ നിന്നോടൊരു ഇത് തോന്നണമെങ്കിൽ നീ ആ ഒരു ഇതായിട്ട് വരണം. അല്ലെങ്കിൽ എളിമയെന്ന് പറഞ്ഞു ഇപ്പൊ രജനീകാന്ത് സാറ് ഇപ്പൊ റോട്ടിൽ കൂടി നടന്നുപോയി ബസ്സിൽ കയറി പോയാൽ കുഴപ്പമില്ല. നമ്മളങ്ങനെ നടന്നാൽ എളിമയെന്ന് പറയില്ല, ഇവൻ നന്നായിട്ടില്ല എന്ന് പറയുള്ളൂ. സത്യം. അപ്പൊ നീ ഇത് ഷോ ഓഫ് ചെയ്താലേ നിങ്ങളെ പോലുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ അംഗീകരിക്കുള്ളൂ. അപ്പൊ ലോൺ എടുത്തിട്ടാണെങ്കിലും അഹങ്കരിക്കും. ഞാൻ അതിന്റെ പേര് ഉദ്ദേശിച്ച, പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ചോദ്യം വന്നു. ചേട്ടാ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ സെലിബ്രിറ്റീസ്, ഇപ്പൊ കോമഡി ആർട്ടിസ്റ്റ് മാത്രമല്ല ഏതൊരു സെലിബ്രിറ്റി ആയിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് പോവാറുണ്ടല്ലോ ഒരുപാട്. കാരണം നമ്മൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറി മറിഞ്ഞൊക്കെ വരുന്നത്. അപ്പൊ ചേട്ടൻ അതുപോലെയൊക്കെ പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ശരിക്കും ചേട്ടൻ അത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? എന്താ തോന്നുന്നത്? എവിടെയെങ്കിലും ഞാൻ ഒളിച്ചോടാറുന്നില്ല. ഞാൻ ചില ആൾക്കാരെ FB ഒക്കെ ഡിലിറ്റ് ചെയ്തൊക്കെ പോകും. കണ്ടല്ലേ, ആ അക്കൗണ്ട് ഡിലിറ്റ്, ഞാൻ അവിടെ തന്നെ ഉണ്ടോ പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നിരിക്കും. പറഞ്ഞു കേൾക്കും. ലാസ്റ്റ് എവിടെയെങ്കിലും നമുക്കൊന്ന് അഫക്ട് ആവില്ലേ? ആദ്യമൊക്കെ എഫക്ട് ആവുമായിരുന്നു. പിന്നെ എനിക്ക് അതൊരു ക്രേസ് ആയി. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവരുടെ ഇൻബോക്സിലൊക്കെ പോയിട്ട് മറുപടി, ഇവരൊക്കെ പേടുത്തൂറന്മാരാന്ന് മനസ്സിലായി. 2-3 പേര് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കമന്റിൽ കോമൺ ആയിട്ട് വരുന്ന കമന്റിൽ കിടന്ന് മാത്രം ഇവരുടെ സംസാരം അത് കുരക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളൊരു സംഭവമാണ്. യഥാർത്ഥത്തിലുള്ള കടിക്കുന്ന സാധനം വേറെ ഉണ്ടാവും. അതൊക്കെ സൈബർ സെല്ലിലൊക്കെ ഉണ്ട് ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ അങ്ങനെയാണ് ചില ആൾക്കാരുടെ
ഇത് ഇത്തിരി പോയിസണസ് ആണ്, ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിളിച്ചു പറഞ്ഞത് ആ അക്കൗണ്ടേ പോകും. ഞാനൊരാളുടെ ജീവിതം കളയണ്ടല്ലോ, അവർക്ക് വരുമാനം കിട്ടുന്നതാണെങ്കിൽ നടന്നോട്ടെ. പക്ഷെ ടോക്സിക് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകും. അമ്മയില് സൈബർ സെല്ല് ഡീൽ ചെയ്യണ ഞാനാണ്. അതുകൊണ്ട് ഇതിലുള്ള പ്രശ്നങ്ങളെല്ലാം അവരായിട്ട് അപ്പൊ കാരണം ഇവര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു വിഭാഗമുണ്ട്. ഈ 2026 അവർ തീരുമാനം എടുക്കണം, ഞാനായി മാറണം. മറ്റുള്ളവന് ചീത്ത പറഞ്ഞാൽ പറഞ്ഞോണ്ടേ ഇരിക്കുള്ളൂ. നീ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന് ഗുണമുണ്ട്. നിന്നെ ആരാണ് നോട്ടീസ്, നിന്റെ വർക്കാണ്. ഈ സമയത്ത് നീ ഒരുത്തന്നെ തെറി പറഞ്ഞോണ്ടിരുന്നത്, നിന്നെ ആരും നോട്ടും ചെയ്യൂല, നിനക്ക് ഒരാൾക്കും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും പോസിറ്റിവിറ്റി. 2026 ഞാൻ മോട്ടിവേഷൻ തരികയാണ്. മോട്ടിവേഷനും മാനിഫെസ്റ്റുമാണ് എന്റെ മെയിൻ ആളായത്. ഞാൻ കേൾക്കാറില്ല. അയ്യോ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ദുബായ് പോവാന്ന് പറഞ്ഞിട്ട് വെള്ളപ്പൊക്കം വന്നു. മാനിഫെസ്റ്റേഷൻ ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് ഓൾറെഡി. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ നീ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ലാസ്റ്റ് ഭ്രാന്തായിട്ട് കിടക്കൂട്ട. കാര്യമായിട്ട് പറഞ്ഞാണ്. കാരണം ഇപ്പൊ കുറച്ച് ഭ്രാന്തായി. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ദുബായ് പരിപാടി റെഡിയായി എന്ന് പറഞ്ഞു. വെള്ളപ്പൊക്കം വന്നോണ്ടി ഇവിടെ ഒക്കെ നാണക്കേടായി. ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കുട്ടിക്കാരൻ്റെ അപ്പൊ അങ്ങനെ വിചാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഇതൊക്കെ നല്ലതാണ്. ഒരുത്തനെ ഉപദ്രവിക്കാണ്ടും ഒരുത്തനെ ഇത് ചെയ്യാതെയും വേദനിപ്പിക്കാതെ. മെയിൻ സാധനം അതാണ്, ഒരാളെ വേദനിപ്പിക്കരുത്, നമ്മൾ കാരണം വേദനിക്കരുത്. അങ്ങനെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മാപ്പി വയ്ക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മാറി നിന്ന് കരയാറുണ്ട്. അയാൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവുന്നു. ഇവള് പോലും കാണാണ്ട് ഞാൻ ഇരുന്ന് കരയാറുണ്ട്. നിന്നെ വേദനിപ്പിച്ചല്ലേട്ടാ, വേറെ അതിൽ കുറ്റബോധമൊന്നുമില്ല എനിക്ക്. ടിനി മിക്കതും ഏറി കയറിയ ടിനി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തിൽ. അതാ ഞാൻ പറഞ്ഞ നേരത്തെ. അല്ല, ഇവക്ക് കയറിക്കുമ്പോ സന്തോഷം. പോവാല്ലോ വിദേശത്തോട്ട് ആകാശത്തോട്ടൊക്കെ നമ്മള് പോകുന്നതിൽ വളരെ സന്തോഷമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ അവിടെ പറയാറുണ്ട്. പിന്നെ മറ്റത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പിന്നെ നസീർ സാറിന്റെ ഇഷ്യൂ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഒരു വൈരാഗി സ്വന്തമായിട്ട്. അതായത് നമ്മൾ നന്നാവുന്നത്, ഇപ്പൊ അലിൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും. കുറെ പേര് അസൂയാലുക്കളായിട്ടുണ്ട്. ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് കിട്ടില്ല. അത് ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഇതിൽ. അപ്പൊ അതിന് അങ്ങനെയുള്ള ദുഷ്ടശക്തികൾ ഒഴിവാക്കാനാണ് പ്രാർത്ഥന, പ്രയർ എന്നൊക്കെ പറയുന്നത്. ആ പ്രയറാണ് എന്നെ ഇവിടെ ഇരുത്തുന്നത്. ഇത്ര നേരം ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, ആരെയും ഭയമില്ലാത്തത്. കാരണം ഞാൻ പേടിക്കേണ്ട ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം മറ്റേ കുട്ടേഷൻ ഒന്നും അല്ലട്ടോ, ഇടിക്കൊന്നുമില്ല. പള്ളിയിൽ പോയില്ലാന്ന് വിചാരിച്ച് ഉപദ്രവിക്കൂല. പക്ഷെ നമ്മളൊരാളെ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ അക്കൗണ്ടിൽ വരും. അത് നമുക്ക് തിരിച്ച് കർമ്മയായിട്ട് കിട്ടും. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓം ശാന്തി. അപ്പൊ ശാന്തി, സമാധാനം, സന്തോഷം, സൗന്ദര്യം എല്ലാം ഇനി എത്ര വർഷം, ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഇതുപോലെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം ഉണ്ട്, ആന്തരികമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടെന്നുള്ളതാണ്. ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയും സന്തോഷവും ഒക്കെ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് ഇനിയും ഒരുപാട് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ. നമുക്കും ഇതുപോലെ വീണ്ടും പറ്റട്ടെ. നിന്റെ ഇതുപോലത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ പോവുക, അതിൽ ആ റൂട്ടിൽ പിടിച്ചാൽ മതി. താങ്ക് യു ചേട്ടാ, താങ്ക് യു. കാരണം ഭയങ്കര നമുക്ക് ഫ്രീ ആണ്. അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ എന്തായിരുന്നു, വളരെ സന്തോഷം. അച്ചടിച്ച ലാംഗ്വേജ്, ബുക്കിഷ് ലാംഗ്വേജ് ഒന്നും ജനങ്ങൾ ഇപ്പൊ എടുക്കില്ല. അത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതാകുമ്പോ എളുപ്പമുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ അറിയത്തില്ല. അതുള്ളതാണ്. ഇതാകുമ്പോ നമ്മളെങ്ങനെയാണ് അങ്ങനെ സംസാരിച്ചത് ഉപകാരമാണ്. അതെ അതെ. പക്ഷെ ഓക്കെ അല്ലായിരുന്നു ചേട്ടാ, ബെസ്റ്റ് ഓക്കെ അല്ലായിരുന്നു. അപ്പോ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനിയും സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.